നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചില ദുസ്സൂചനകൾ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. വേറെ ചിലർക്ക് നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം, അതിനുവേണ്ടി പ്രാരംഭം എന്ന നിലയിൽ പരീക്ഷകൾ എഴുതുവാൻ തയ്യാറാകുവാനും വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. പൊതുജന ആവശ്യം പരിഗണിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ആവശ്യപ്രകാരമുള്ള ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാനും സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഇടയുണ്ട്. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ 2025 വരെ അല്ലെങ്കിൽ 2026 ആയിരിക്കും അതിൻ്റെ ഒരു പ്രതിഫലം അഥവാ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായുള്ള സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടവരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ധ്രുവീകരണം നടത്തിയാൽ പോലും അതിനുവേണ്ടി പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള സ്ഥാപനം വാടകയ്ക്ക് കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഒരുപക്ഷെ ചിങ്ങമാസത്തിൽ ഓണത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തന്നെ തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടാകും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അവധിയെടുത്ത ജന്മനാട്ടിൽ വന്നു പോകുവാൻ അവസരം വന്നു ചേരും. അധികൃതരുടെ പ്രീതി നിമിത്തം ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. അവിചാരിതമായിട്ട് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പരിചയസമ്പന്നരുടെ നേതൃത്വത്തിൽ പുതിയ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. ഇതിൻ്റെ ഒരു അവലംബിക്കുന്ന കാലഘട്ടം എന്നത് ഒരുപക്ഷെ മെയ് മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതിൽ അഹോരാത്രം പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ തക്കവണ്ണം പദ്ധതി രൂപീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടവരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വരവും ചെലവും തുല്യമായിരിക്കുന്നത് വഴി ഒരുപക്ഷെ ഇനിയുള്ള 3-4 മാസക്കാലങ്ങളിൽ ശമ്പളം കൊടുക്കുവാനായിട്ട് ധനകാര്യ സ്ഥാപനത്തെയോ വ്യക്തികളെയോ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിപരീതമായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്തു തീർക്കുവാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പലപ്പോഴും ആരോഗ്യത്തിൻ്റെ അവസ്ഥ കണക്കാക്കി ചിലതിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് ധ്രുവീകരിക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഈ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്.
കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ഭിന്നാഭിപ്രായങ്ങൾ കുടുംബത്തിൽ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് തർക്കങ്ങളിൽ നിന്നെല്ലാം പിന്മാറി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പിന്മാറുവാനുള്ള ഒരു സാഹചര്യങ്ങളും മാറി താമസിക്കുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മഹത് വ്യക്തികളുടെ വിജ്ഞാനവും അനുഭവജ്ഞാനമൊക്കെ നല്ലതാണെങ്കിൽ പോലും പ്രാവർത്തികമല്ലാത്തതുകൊണ്ടും പ്രായോഗികമല്ലാത്തതുകൊണ്ടും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. രക്തദൂഷ്യ ത്വഗ് രോഗപീഠകളെ കൊണ്ടും മൂത്രാശയ രോഗപീഠകളെ കൊണ്ടും അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും ഇതിനു പുറമെ യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും യോഗമുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പൊതുവെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടിയാണ് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുക, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുക, ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുക, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുന്നത് വഴി പലപ്പോഴും ഒന്നിനും ഒരു സമയം, എല്ലാത്തിനും സമയം കണ്ടെത്തുമെങ്കിൽ പോലും സമയം പോരാത്ത പോലെ ഒരു അവസ്ഥാവിശേഷം വന്നു ചേരുവാൻ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. സ്വല്പം മനസ്സിൽ ആശങ്ക വർദ്ധിക്കുമെങ്കിൽ പോലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന കൃതാർത്ഥത പോലും ഉണ്ടായിത്തീരുവാൻ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. അർഹതയുള്ളവരെ അംഗീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പല കാര്യങ്ങളായിരിക്കാം അത് ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 6-7 മാസമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ജോലി ലഭിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികമായുള്ള നീക്കിയിരിപ്പ് വളരെ കുറവുള്ളത് കൊണ്ട് മനസ്സിന് സ്വല്പം വ്യാകുലതയൊക്കെ ഉണ്ടായിരുന്നു. ഈ മാസത്തിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ഉദ്യോഗം ലഭിക്കുവാൻ ഇടയുണ്ട്. 2026 പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും. ഒരുപക്ഷെ സുഹൃത്തിന്റെ സാമ്പത്തികമായുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ അനുഭവങ്ങളോ പുരോഗതിയോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഇനിയൊരു നേട്ടമോ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ചിലർക്കൊക്കെ തന്നെ നിലവിലൂടെ ബന്ധപ്പെട്ടതായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ഓൺലൈനായിട്ടുള്ള പാഠ്യപദ്ധതി ആയിരിക്കാം, അല്ലെങ്കിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിലുള്ള പാഠ്യപദ്ധതി ആയിരിക്കാം, അങ്ങനെയുള്ളതിന് ചേരുവാൻ സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് കഴിഞ്ഞ 7-8 മാസമായിട്ട് സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര തന്നെ തോന്നിയിരുന്നില്ല. ഈ മാസത്തിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് 2026 പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ
കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയോ, ഇനി അതല്ല ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുക, വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയോ അന്വേഷണം ആരംഭിക്കുവാനിടയുണ്ട്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഓർമ്മശക്തി കുറവുണ്ടാകുമോ എന്ന പല വിദ്യാർത്ഥികൾക്കും തോന്നലുണ്ടാകുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും തോൽവി എന്ന ഒരവസ്ഥയെ മറികടന്ന് വിജയശതമാനം സ്വല്പം കുറയുമെങ്കിൽ പോലും വിജയസാധ്യതകളോടുകൂടി പരീക്ഷ എഴുതുവാനുള്ള ആത്മവിശ്വാസം ആർജിക്കുവാൻ ഇടയുണ്ട്. 2025 ഒടുവിലോ 2026 ആദ്യത്തെ പകുതിയിലോ വിളവെടുപ്പ് അനുകൂലമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. വേറെ ചിലർക്ക് ഉത്തേജന മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് വഴി സമാധാനാന്തരീക്ഷം സംജാതമാകും. വ്യക്തിത്വത്തിന് യോജിക്കാത്ത പല കാര്യങ്ങളും വന്ന് ചേരുവാനിടവരുമെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും കഴിഞ്ഞ 7-8 മാസമായിട്ട് പ്രവർത്തന ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിലും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് പ്രചരണ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിലും ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് സർവാത്മന സഹകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നു. സുതാര്യതയുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും സ്വന്തം ആശയങ്ങൾ അതിന്റെ കൃത്യമായിട്ടും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു സുഹൃത്ത് ബന്ധമായതുകൊണ്ട് അതിനുവേണ്ടി സഹകരിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള അവസരം വന്നു ചേരുവാനും ഈ ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.